ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഫെമിനിസം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ആരുടെയൊക്കെ അജണ്ടയാണെന്നൊക്കെ നമ്മൾ മുമ്പ് പറയുകയും പ്രസംഗിക്കുകയും ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ തിക്തഫലം എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ട്. ഈ യൂട്യൂബിലൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഉണ്ടാകുക. പെൺകുട്ടികളിങ്ങനെ കോരിത്തരിപ്പിച്ച് നിർത്തും. അത് കേൾക്കുമ്പോൾ വലിയ സ്ത്രീകൾ പോലും എന്തോ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഒരു മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞങ്ങളെന്തോ ജയിലിൽ പെട്ടതുപോലെയാണ് ഈ ചില മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ തോന്നിപ്പോകുക. പെൺകുട്ടികൾ, നിങ്ങൾക്ക് സ്വപ്നയില്ലേ? നിങ്ങൾക്ക് ആഗ്രഹങ്ങളില്ലേ? വികാരങ്ങളില്ലേ? വിചാരങ്ങളില്ലേ? നിങ്ങൾക്ക് ഉയരത്തിലെത്തണ്ടേ? കല്യാണം കഴിഞ്ഞാൽ എല്ലാം സ്റ്റോപ്പായോ? ഇതിങ്ങനെ പറഞ്ഞ് 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 നിങ്ങളിങ്ങനെ വീട്ടിൽ നിൽക്കേണ്ടവരല്ല, മക്കളെ നോക്കേണ്ടവരല്ല. മക്കൾ എന്തോ രീതിയിലാകട്ടെ, അവർ വലുതായി അവരങ്ങ് പോയിക്കോളും. നിങ്ങൾക്ക് ജോലി, ഭർത്താവില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ജീവിക്കണം, നിങ്ങൾക്ക് വീട്. ഇതൊക്കെ സഹോദരങ്ങളെ എത്ര പ്രയാസങ്ങളുണ്ടെന്നറിയോ? നാട്ടിലേക്ക് വരും മുമ്പും ഒരു വലിയൊരു ഉയർന്ന പോസ്റ്റിൽ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് കരഞ്ഞിട്ട് സങ്കടം പറയാണ്. സഹിക്ക വയ്യാഞ്ഞിട്ടാണ് അയാൾ പറയുന്നത്. അയാൾക്ക് നല്ലൊരു ജോലിയുണ്ട്, ഗൾഫിൽ ഭാര്യയ്ക്കും ജോലിയുണ്ട്. എന്നിട്ട് അയാൾ പറയാണ് വീട്ടിലെപ്പോഴും പ്രശ്നമാണ്. എന്താ? ഇവളെപ്പോഴും പറയാണ് ഞാൻ വേറെ വീട് വെച്ച് പോവുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സൗകര്യം വരുമ്പോൾ അങ്ങോട്ടേക്ക് വന്നോ, ഞാൻ അങ്ങനെ ചെയ്യാണ്, ഞാൻ ഇങ്ങനെ ചെയ്യാണ്. മക്കൾ പോലും പറയാണ് ഉമ്മയോട്, അല്ലേ? അഥവാ ഇതിങ്ങനെ കേട്ട് 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 ഒരു ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കേണ്ടവളല്ല ഞാനിങ്ങനെ തോന്നിപ്പോകാണ്. അത് മുസ്ലിം സ്ത്രീകളിൽ പോലും ഉണ്ടായിക്കഴിഞ്ഞു, അല്ലേ? ഞാൻ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും നല്ല ജോലിയാണ് അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഭർത്താവിൻ്റെ വീട്ടിലെ രാജ്ഞിയാണ് ഒരു പെണ്ണ്. ആ ഭർത്താവിൻ്റെ അല്ല, എൻ്റെ മക്കളെ നോക്കിയിട്ട് അവർക്ക് തർബിയത്ത് കൊടുത്ത് അവരെ വലുതാക്കിയിട്ട്, നല്ലൊരു മോളാണെങ്കിൽ അവളെ കെട്ടിച്ച് വിട്ടുകൊടുക്കുന്നു, മോനാണെങ്കിൽ ഇസ്ലാമികമായ രീതി അവനെയും വളർത്തുന്നു. ആ ഉമ്മക്ക് അതിലപ്പുറം എന്താ വേണ്ടത്, അല്ലേ? ആ മക്കൾ ദീനീ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ മക്കൾ പഠിച്ചത് കൊണ്ട് നാളെ പാരത്രിക ലോകത്ത് ഖിയാമത്ത് നാളിൽ പ്രത്യേകമായ കിരീടം കിട്ടും. സ്വർഗത്തിൻ്റെ ഉന്നതമായ ചില സ്ഥാനങ്ങൾ കാണുമ്പോൾ ഇവർ ചോദിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിക്കും. ആ ഉമ്മനോട് ഉപ്പയോട് പറയുന്നത് എന്താണെന്നറിയോ? ബിസ്തിഗ്ഫാരി വലദിക്, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചു. ഏറ്റവും നല്ലൊരു ജോലിയാണ് ആ പെണ്ണ് ചെയ്തത്. പക്ഷെ ഇന്ന് ചില ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തോന്നുകയാണ് ഞാൻ ഇവിടെ ഒന്നും നിൽക്കേണ്ടവരല്ല. എൻ്റെ കൂടെ ഉംറയ്ക്ക് വരുന്ന പിന്നെ ആളുകളുണ്ടാവും. ഈ ഞാൻ ദമാമിലാ ജോലി ചെയ്യുന്ന അവിടെ നിന്ന് ഇങ്ങനെ മക്കയിലേക്ക് പോകുമ്പോൾ 1500 കിലോമീറ്റർ ഇങ്ങനെ സഞ്ചരിക്കും. അതിൽ പല സ്ത്രീകളോട് ഞാൻ ഇതേപോലെ ചോദിക്കലുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന് ഈ മോട്ടിവേഷൻ സ്പീച്ച് എന്ന് പറയുന്നത് അതൊരു കലയാണ്? അവൻ്റെ വീട്ടിൽ ഇതുണ്ടാകൂല, അതൊരു കലയാണ്. പച്ചയായ ജീവിതം വേറെയാണ്. ജീവിതം തന്നെ അങ്ങനെയാണ്. ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നൊന്നല്ല. നാളെ ഒന്ന് നടക്കും, മറ്റന്നാളെ ഞാൻ വിചാരിച്ച വേറെ സ്ഥലത്ത് പോകാനാ, അവിടെ ഒരു മാസം കഴിഞ്ഞാലും പോകാൻ കഴിയൂല. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പലതും സംഭവിക്കും. ആ സംഭവിക്കുന്നതിനെ നേരിടലാണ് പച്ചയായ ജീവിതം. അതിനിങ്ങനെ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ടതുപോലെ ഞാൻ ഇങ്ങനെ നിൽക്കും, അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭർത്താവ് ഇങ്ങനെ വരും, ഇപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ കൂടെ കെട്ടിപ്പിടിക്കാൻ നോക്കും, ഇപ്പോൾ ഞാനിങ്ങനെ ഒളിച്ചു നിൽക്കും, ഇപ്പോൾ ഭർത്താവിന് ഇങ്ങനെ ഗിഫ്റ്റ് വരും. അയാൾ വേറെ എന്തോ മൂഡിലായിരിക്കും വരുന്നത്, അല്ലേ? വഴിയിലെന്തോ ഒരു അപകടം കണ്ടിട്ടുണ്ടാകും, ഓഫീസ് പ്രശ്നങ്ങളുണ്ടാകും, വേണ്ടപ്പെട്ടവരുടെ മരണം ഉണ്ടാകും. ഈ പെണ്ണിങ്ങനെ മോട്ടിവേഷൻ കേട്ടിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഭർത്താവ് മറ്റൊരു മൂഡിലും വരുമ്പോൾ ഈ പെണ്ണിങ്ങനെ ചെയ്തു, ഭർത്താവിൻ്റെ മൂഡ് വേറൊന്ന് ചെയ്തു, അത് പൊട്ടി. ഈ പെണ്ണ് തീരുമാനിച്ച് ഇതാ സ്പീച്ച് പറഞ്ഞ ഭർത്താവ് തന്നെ, അയാൾക്കൊരു രീതിയിലും എന്നോട് സ്നേഹമില്ല. ഇതിങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കുത്തിരിക്കുക കുറേ പെണ്ണുങ്ങൾ. നമ്മൾ മനസ്സിലാക്കണില്ല ഞാൻ ഏറ്റവും നല്ല ഒരു തണലിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന്. ആ തണൽ മരം മുറിച്ചാൽ, അത് മുറിച്ച് മാറ്റിയിട്ട് നമ്മളെങ്ങാനും പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു 10-20 കൊല്ലം കയറിച്ചാലും സഹോദരങ്ങളെ ആ ആദ്യ ഭാഗത്തേക്ക് ആ ഒന്നിച്ചുള്ള ഒരു ജീവിതം പിന്നെ കഴിയില്ല, അത് പൊട്ടിപ്പോയി. അള്ളാഹു അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ടൊരു പെണ്ണിനോട് പറഞ്ഞു, നിന്റെ സ്വർഗാട്ടോ നിന്റെ ഭർത്താവ്, നിന്റെ നരക നിന്റെ ഭർത്താവ്. അഥവാ ആ ഭർത്താവിൻ്റെ തൃപ്തിയോടെ നിനക്ക് മരിക്കാൻ കഴിഞ്ഞാൽ നീ സ്വർഗത്തിലാണ്. നീ മരിച്ചപ്പം ഭർത്താവിന് തൃപ്തിയായി എന്നല്ല, അല്ലേ? നീ മരിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ഭർത്താവിന് നല്ല ചിന്തകളാകുന്നത്. അങ്ങനത്തെ ഒരു പെണ്ണായിട്ട് മാറാൻ കഴിയണം. എത്ര സന്തോഷം ഉണ്ടാകും അങ്ങനെയുള്ളൊരു ജീവിതം ഉണ്ടാകുമ്പോൾ. അതിനെന്താ ആണും പെണ്ണൊക്കെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ലൊരു പുരുഷനാരാണ്,
നല്ലൊരു പെണ്ണാനാണെന്ന് പറഞ്ഞു. അതിനെന്താ വേണ്ടത്? ആ സന്തോഷം കിട്ടാൻ നമ്മളൊന്നും കൂടുതൽ എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കണ്ട. ഈ പറഞ്ഞതുപോലെ അഭിനയം കണ്ടിട്ട് നമ്മൾ അങ്ങനെയാണ് ജീവിതം എന്ന് വിചാരിക്കണ്ട. കഥ പുസ്തകം വായിച്ചിട്ട് അങ്ങനെയാ ജീവിതം എന്ന് വിചാരിക്കണ്ട. ഇത്തരം മോട്ടിവേഷൻ, ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിന് എതിരാണ് എന്നുള്ളതല്ല, പക്ഷേ ഇത്തരം പെൺകുട്ടികളെ വൈകാരികമായി ഉണർത്തുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട്. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ തന്നെ അതിൻ്റേതായ തിക്തഫലങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ആ ക്ലാസ് എടുത്തിട്ട് അവർ പോകും. പക്ഷെ എന്താണ് പച്ചയായ ജീവിതം എന്ന് വരച്ച് കാണിച്ചു കൊടുക്കാതെ കുറേ പ്രതീക്ഷകൾ കൊടുക്കും. ഇതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആകെ നിരാശയായിരിക്കും. ഒന്നും കൂടുതൽ പ്രതീക്ഷിക്കണ്ട. നമുക്കറിയില്ലല്ലോ സഹോദരങ്ങളെ, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന്. അള്ളാഹു എനിക്ക് ഹൈറ് മാത്രമേ വിധിക്കൂ. എൻ്റെ ഭർത്താവ് എങ്ങനെയാണെങ്കിലും അയാളെ ഞാൻ സ്നേഹിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ടായിരിക്കും, വാശിയായിരിക്കും. ആ വാശി മക്കളെ പഠിപ്പിക്കുന്നതിലുണ്ടാകും, ആ വാശി ദാനം ചെയ്യുന്നതിലുണ്ടാകും. എന്താ വേണ്ടത്? വാഷിറുന്ന ബിൽ മഅറൂഫ്, ഏറ്റവും നല്ല നിലക്ക് നീ അവളോട് വർത്തിക്കണം. പെണ്ണും വേണം ഏറ്റവും നല്ല സ്വഭാവത്തിൽ തൻ്റെ ഭർത്താവിനോട് നീ വർത്തിക്കണം. ഏറ്റവും നല്ല സ്വഭാവത്തിൽ, നല്ല വേഷത്തിലും, നല്ല സംസാരത്തിലും, നല്ല പ്രസന്നതയിലും, നല്ല സന്തോഷത്തിലും ഭർത്താവിൻ്റെ അടുക്കൽ ഭാര്യയും ഭാര്യയുടെ അടുക്കൽ ഭർത്താവും ഉണ്ടായിരിക്കണം. അതിനെന്താ വേണ്ടത്? വേറെ ക്ഷമ വേണം. ചിലതൊന്നും കണ്ടാലും കാണാത്ത പോലെ നടിക്കുക. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, എനിക്ക് ദേഷ്യം വരുമ്പോൾ നീ എന്നെ തണുപ്പിക്കണം കേട്ടോ. നിനക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ നിന്നെ തണുപ്പിക്കും, അതോ ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തും. അതല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകും. ഇന്നങ്ങനെയല്ല. നമുക്കറിയാം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ തെറ്റെന്നറിയാം. സത്യം എൻ്റെ ഭാഗത്താണെങ്കിലും തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ്. ഞാൻ തർക്കിച്ചാൽ എനിക്ക് ജയിക്കാം, ഞാൻ എൻ്റെ ഭാഗത്താണ്. പക്ഷെ തർക്കിക്കണില്ല. എന്തുകൊണ്ടാ? ഈ തർക്കത്തിൽ ജയിക്കലല്ല എനിക്കെൻ്റെ ജീവിതം വരുന്നത്. ഭർത്താവ് വിചാരിക്കേണ്ട ഭാര്യ തോറ്റുപോയിട്ട് മാറി തന്നതാണെന്ന്. അല്ല, അവൾ നല്ലോളായതുകൊണ്ടാണ്. ഭർത്താവിനറിയാം എൻ്റെ ഭാഗത്താ ശരി, പക്ഷെ തർക്കിക്കണില്ല. ഭാര്യ ഇങ്ങനെ വാശി പിടിക്കട്ടെ, തൽക്കാലം ഞാൻ സംസാരിക്കണില്ല. എല്ലാം കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തീരുന്ന വിഷയമേ ഉള്ളൂ. പക്ഷെ ഇന്ന് അതല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ചിലത് കണ്ടാലും കാണാത്ത പോലെ നിൽക്കും, ചിലത് കേട്ടാലും കേൾക്കാത്ത പോലെ, അല്ലേ? ചിലത് അനുഭവിച്ചാലും അനുഭവിക്കാത്തതുപോലെ. എല്ലാം ദുനിയാവ് കിട്ടില്ലല്ലോ. ഞാൻ കൂടുതൽ ഒന്നും ഈ ദുനിയാവ് പ്രതീക്ഷിക്കുന്നില്ല. അയാൾ നമ്മളെപ്പോഴും ആണുമ്പോഴൊക്കെ പരാതി പറയാ, ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ടും എന്നോടൊരു നന്ദി ഇങ്ങോട്ടില്ലല്ലോ. ഞാൻ എന്തൊക്കെ എൻ്റെ ഭർത്താവിനും അയാളെ മക്കൾക്കും കുടുംബത്തിനൊക്കെ ചെയ്തു കൊടുത്തു, പകുതി ഇങ്ങോട്ട് കിട്ടണില്ലല്ലോ. അവിടെയാ സന്തോഷം കിട്ടണോ നിനക്ക്? ഒരുപാട് പ്രതീക്ഷിക്കണ്ട. നീ നന്ദി കാണിക്കേണ്ടത് അള്ളാഹിനോടാ. ദുനിയാവെന്ന് ഒരാളുടെയും നന്ദി താങ്ക്സ് നിനക്ക് കിട്ടുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. വിചാരിക്കുമ്പോൾ നിരാശ തന്നെയായിരിക്കും നിനക്ക് ഫലം. അതോടൊപ്പം തന്നെ ആ സന്തോഷം, സന്തുഷ്ടമായ ജീവിതം കിട്ടണമെങ്കിൽ നമ്മൾ റിയാലിറ്റിയെ അത് അംഗീകരിച്ചേ പറ്റൂ. നടന്നത് അത് നടന്നു, അല്ലേ? ചിലതൊക്കെ നമ്മൾ അംഗീകരിക്കണം. വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, ആ മരിച്ചതിൻ്റെ പേരിൽ എല്ലാ കാലവും ദുഃഖിക്കാൻ പറ്റുമോ? എന്തോ നഷ്ടപ്പെട്ടു, എല്ലാ കാലവും ദുഃഖിക്കാൻ പറ്റുമോ? ഇല്ല. സംഭവിച്ചത് അത് കഴിഞ്ഞു, എന്ത് വന്നാലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നാളെ നടക്കുന്നൊരു വിഷയം എനിക്കറിയയില്ല. സംഭവിച്ച് കഴിഞ്ഞ ഒന്നിൻ്റെ പേരിൽ എൻ്റെ ഇപ്പോഴത്തെ സമയം നഷ്ടാക്കണ്ട. നാളെ വരുമോ ഇല്ലയെന്ന് പേടിച്ചിട്ട് ഇപ്പോഴത്തെ സമയം നഷ്ടാക്കണ്ട. അള്ളാഹ് നിനക്ക് ഇപ്പോൾ ഒരു സമയം തന്നിട്ടുണ്ട്. അത് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഏറ്റവും നന്നായി ജീവിക്കും, ഭാര്യൻ്റെ കൂടെ ഏറ്റവും നന്നായി ജീവിക്കും.